ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് മോരുകറിയാണ് കേട്ടോ. നാളികേരം ഒന്ന് അരച്ച് ചേർക്കാണ്ട് കഷ്ണമൊക്കെ ഇട്ട് വയ്ക്കണം മോരുകറി. നമുക്ക് മോരുകറി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരിക നാളികേരവും ജീരകവും കുരുമുളകൊക്കെ ചേർത്ത് അരച്ച് കഷ്ണമൊക്കെ ഇട്ട് വയ്ക്കണം മോരുകറിയല്ലേ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മോരുകറി. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യമുള്ള വെള്ളവും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് എന്തിനാണെന്നറിയോ, ഈ കുമ്പളങ്ങ വെള്ളരിക്ക പോലുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ ആ കഷ്ണങ്ങളൊക്കെ ആ ഒരു വെള്ള കളർ മാറി നല്ല കണ്ണാടി പോലെയോ ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ കാണാനും മൊത്തത്തിൽ ആ കറി കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൗഡറും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൗഡറും ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, നന്നും കൂടി തിളപ്പിക്കുക. ഇനി കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് വെക്കാം. ഞാനിവിടെ നല്ല കട്ട തൈര് ഒന്ന് അടിച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. തൈരിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുപോലെ ചെറുതായിട്ട് പുളി വന്നിട്ടുള്ള തൈരാണ് കേട്ടോ. ഇത്തിരി പുളിയുള്ള തൈരായിരിക്കും ഈ ഒരു മോരുകറിക്ക് ടേസ്റ്റ്. പിന്നെ ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തിളപ്പിക്കാൻ പാടില്ല തൈര് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കടുകും ഉലുവയും വറ്റൽമുളകും ചേർത്ത് ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള മോരുകറി റെഡിയായി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മോരുകറി അല്ലേ ഇത്. അപ്പോൾ ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് അടച്ചു വെക്കണം. അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും അതുപോലെ സ്മെല്ലൊക്കെ പോവാണ്ട് ആ കറിയിൽ തന്നെ നിൽക്കാനായിട്ടാണ് കേട്ടോ പെട്ടെന്ന് അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സീൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.